വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ടാറ്റ പറയ്. ഗുഡ് മോർണിംഗ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ എവിടേക്ക് പോകണേ, ഞങ്ങൾ എങ്ങോട്ടോ പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ എത്തിയിരുമ്പോൾ കാണാം. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലോട്ടാണ് ഞങ്ങൾ പോണത്. അവിടെ എപ്പോൾ എത്തുന്നൊന്നും അറിയില്ല, കാരണം മുംബൈയിലെ ട്രാഫിക് എന്ന് പറയുന്നത് അതിഗംഭീരം. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തുക്കാണ്. ബസ്സാരം ചായ അടിച്ചിട്ടിപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലെത്തി. ഈശ്വര, ഇതിൻ്റെ എൻട്രി ഒക്കെ ഇതിലൂടെയാ. ഇവിടെ കുറേ ടൂറിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഗായ്സ് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതാണോ ഇതിൻ്റെ എൻട്രി? ഇതാണ് ഇതിൻ്റെ എൻട്രി. അഫിയ നടക്കേ. സഞ്ജയ് ഗാന്ധി വേറെന്തോ ഉണ്ടേ. അങ്ങനെ എല്ലാവരും അവിടെ ലാൻഡ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുരങ്ങനെ കാണാം, പുലീനെ കാണാം, സിംഹത്തിനെ കാണാം, ഒക്കത്തിനെ കാണാം. എല്ലാതും ഉണ്ടായാൽ മതിയെന്ന്. ഹായ് പറയ്. ബൈ പറയ്. ഓക്കെ ബൈ. ഗൈസ് അങ്ങനെ ഞങ്ങൾ സൈക്കിൾ ഓട്ടം പോവാണ്. ഇതാ ലിൻഷ ഏത് സൈക്കിൾ എടുക്കുന്നില്ല, നെട്ടോട്ടത്തിലാണ്. ഓക്കെ, ഇത് സ്കാൻ ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈക്കിള് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതുവരെ ഞങ്ങൾ അവിടെ പുലിയുണ്ട് എന്ന് വീണ് ഹാഫിന്ന് അവിടെ വീണ് നമുക്ക് കാണാൻ പോവാം. പുലിയെ കണ്ടായാൽ മതിയെന്ന്. എന്നാൽ ശരി. നല്ല രസമുണ്ട് കേട്ടോ. ഈ സൈക്ലിങ് അറിയുന്നവർക്ക് നല്ലൊരു വൈബാവും. അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് കാണുമ്പോൾ രസമാണ്. ഇവിടെ അതാ കുരങ്ങന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ കുരങ്ങന്മാർ ഇനിയിപ്പോൾ പുലീനെ കാണാൻ പോവാ. സാർക്ക് എന്താ റൈഡിനെ പറ്റി പറയാനുള്ളത്? സൈക്കിൾ റൈഡ് ബാല്യകാല ഓർമ്മകൾ അയവിറക്കി. എനിക്ക് പണ്ട് അലീഗഡിൽ പഠിച്ചപ്പോ സൈക്കിൾ ഉണ്ടായിരുന്നു. കഥ ഓർമ്മ ക്യാമ്പസ് ടൂർ ഇങ്ങനെ സൈക്കിൾ ഓട്ടിയാൽ മതി. നല്ല രസമായിരുന്നു ക്ലാസ്സിലൊക്കെ. അങ്ങനെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാണ്. പക്ഷെ ഇവിടെ കുറേ സ്ഥലത്ത് ക്യാമറ അലൗഡ് അല്ല. മ്യൂസിയത്തിൻ്റെ ഒരു ഔട്ടർ ലുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് എന്തൊക്കെയൊക്കെയോ ആക്ട് ചെയ്ത് വെച്ചിരിക്കണ്. വേണ്ട, ക്യാമറ പ്രശ്നമില്ല പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെയാണ് ഒറിജിനൽ കാണുന്നുണ്ട്. ബസ്സിൽ തന്നെ കയറി പോകണം, കാരണം ഫോറസ്റ്റിലായതുകൊണ്ട് നമുക്ക് സൈക്കിളായിട്ട് അങ്ങോട്ട് പോയാൽ പിന്നെ നമ്മളെ അങ്ങോട്ട് കാണലുണ്ടാവില്ല. അതിനെക്കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ പോവും. ഇതാക്കണ പോലെ വാ. അങ്ങനെ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം. ഇതെന്താ, എവിടെയാണ് പുലികളൊക്കെ ഉണ്ടാവുക? ഇതെന്തോ കൂടാ, കൂടാ. അപ്പോൾ നമുക്ക് പോയാൽ നല്ല ഭംഗിയുണ്ട് സ്റ്റെപ്പ്. ഈശ്വര, ഇതെന്താ കാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ സ്റ്റെപ്സാണ്. ഞങ്ങളെ പുതിയ റീലും ഷോർട്സും ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോനെ ഗുഡ് മോർണിംഗ്. എന്തായാലും ഒറിജിനലായി ഞാൻ തൊടു കിട്ടൂ. എന്താണ് അപ്പി എവിടെ പോയാലും ഇങ്ങനെയാ. അപ്പയ്ക്ക് ഇനി ഒരു ബീച്ചും കൂടെ ഉണ്ട്, അത് എവിടെയാന്ന് നമുക്ക് അറിയില്ല. ഇന്നലെ ബീച്ചിൽ വീണ്, ഇന്ന് സൈക്കിളായിട്ട് വീണ്.
കരിമ്പൂരി അതാക്കണ അവിടെ. ഈൻ്റെ മോനെ, ഇതാണ് കരിമ്പൂരി. ഇങ്ങനെ കാണുമ്പോൾ ശരിക്കില്ല പോലെ ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ് അല്ലേ, ശരിക്കത് ബാക്ക്ഗ്രൗണ്ട്. ഇത് വരുമ്പോൾ കുറച്ച് ഇതാണെന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഷുഡ് നാച്ചുറൽ. അവിടെ എൻട്രി പ്രോഹിബിറ്റഡ്. ഇതാ നെക്സ്റ്റ്. അപ്പോൾ അതൊക്കെ കണ്ട് പോവാണ്. ഇതുവരെ ഒറിജിനൽ പുലിനെ കണ്ടില്ല, അത് വേറൊരു സത്യം. കുറേ നേരമായി ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് പുലിനെ കാണുന്നു. യെസ്, ദിസ് ഈസ് മൈ. ഇതാകെ 2 മണിക്കൂറിനാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തത്. അത് കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കണം. തുടങ്ങുകയാണ് ഗൈസ്. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഞങ്ങൾ ഒരു HOD, ഞങ്ങളെ ട്യൂട്ടറും, ഞങ്ങൾ പിന്നെ 3 കുട്ടികളുമാണ് ഉള്ളത്. അപ്പം ലോ റേസിംഗ് മത്സരമാണ്. കാലുകുത്തൊന്നും ശരിക്കില്ല. ഇതെന്താണിത്? അട്ടർലി ഫ്ലോപ്പായി ഗൈസ്. അങ്ങനെ ഞാൻ സൈക്കിളൊക്കെ ഓട്ടി കുഴഞ്ഞ് ഞങ്ങൾ പോവാൻ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മുംബൈ ബിരിയാണി ട്രൈ ചെയ്യാൻ പോവാം. എന്താവുന്നൊന്നും അറിയില്ല. എനിക്ക് വലിയ പ്രതീക്ഷ. ചിലവർ പറഞ്ഞ് എന്താണ് മുംബൈ ബിരിയാണിനെ പറ്റിയ അഭിപ്രായം? മുംബൈ ബിരിയാണി കഴിച്ചിട്ടില്ല, കഴിക്കാൻ വേണ്ടി പോവാണ്. എന്നാലും എന്താണ് രസം ഉണ്ടാവുമോ? ഞങ്ങളെ ബിരിയാണി ഇട്ടിരിക്കുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ലഫിയ കാണാൻ നല്ല പച്ചയും മഞ്ഞയും ചുവപ്പും വെള്ളയും. നോ വേ. ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പിയ നോക്കേ. വേറൊരു ഫ്ലേവറാണ്, പക്ഷെ രസമുണ്ട്. ഇഷ്ടമായി. കുത്തുന്ന മസാലയൊന്നും അല്ല. നല്ല ബിരിയാണിയാണ് കേട്ടോ ഗൈസ്. ഇഷ്ടമായി. ഇതാണ് ബാൻഡ്ര സീലിംഗ് ഗേജ്. നല്ല വ്യൂ ഉണ്ട് കാണാൻ. എന്ത് അതെന്താ പാറകളാ? ശരിക്കും അതിന്റെ മേലൊക്കെ പോണം. ബാൻഡ്ര മറ്റേ ഇവിടെ ഹോട്ടലില് കണ്ടില്ലേ ആ സാധനം? കണ്ട ആ രണ്ട് സാധനം ഹോട്ടലിൽ ആ പിക്കിലുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാന്. വാവ്. പക്ഷെ അവിടെയൊക്കെ പോയി ഇങ്ങനെ ഇരിക്കൊക്കെ വേണ്ടേ. അപ്പോഴാണ് കൂടുതൽ വൈബാവുക അല്ലേ? അപ്പോഴല്ലേ കൂടുതൽ വൈബാവുക. കടല് കാണാനില്ല ഗായ്സ്. പാലം കൊണ്ട് കടലൊന്നും കാണുന്നില്ല. നല്ലൊരു ഭംഗിയുണ്ട് കാണാന്. ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. വ്യൂ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അവിടെ ഫുൾ CCTV ആയതുകൊണ്ട്. അത് ഒരു സാധനം കാണാനാ. കാണുന്നുണ്ടോ നിങ്ങൾ? അമ്മേ ഒന്നുമില്ല. കണ്ടോ? അതെന്തൊക്കെയോ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാ. പക്ഷെ അതിനൊരു രൂപമുണ്ട്. എന്ത് രൂപമാ ലിൻഷ? നല്ല ഭംഗിയുണ്ട്. പറയില്ല ബാൻഡ്ര സീലിംഗ് ഗേജിനെ കുറിച്ചിട്ട് പറയും. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ബാൻഡ്ര സീലിംഗ് ഗേജ് എന്താണിത് പറയും? വലിയ പാലം അതാ കണ്ടില്ലേ? അതാണ് ആ കാണുന്ന ആ നിഴലാണ്.
ആ ഈ പെണ്ണതാ അതെന്തോ വാവ് സൂപ്പറാ സുന്ദരിയേ വാ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ക്രിയേറ്റിവിറ്റി എന്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് സാധാരണ റോഡാ നമ്മളവിടെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല നമ്മളവിടെ ഒന്നും ഇവിടെയൊക്കെ രസമുണ്ട് കാണാം പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും വലിയൊരു വൃത്തിയും കാര്യമൊന്നുമില്ല നല്ല എത്ര പോരെ ബിൽഡിങ്ങാ അങ്ങനത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ ഫ്ലാറ്റ് ഉള്ളൂ എത്ര മാതിരി ബിൽഡിംഗ് ആണോ അപ്പാർട്ട്മെന്റുകള് ആ ഇതൊന്നും അല്ല ഇതൊക്കെ ഒത്തിരി ഉള്ളു ഫുള്ള് അതന്നെ അവിടെ ഫോഗുള്ള മാതിരി മനസ്സിലാവില്ല റോഡ് മുഴുവൻ അവർക്ക് തന്നെ ഉണ്ടാക്കാനുള്ളൂ പിന്നെ ചർച്ചിലെത്തി ഇവിടെ നല്ല ഷോപ്പിംഗ് സെറ്റ് ഒക്കെ ഉണ്ട് ചർച്ചിന്റെ പേരെന്താ ബസിലിക്ക ലേഡി ഓഫ് മൗണ്ട് ഇത് വേറൊരു ചർച്ചാണ് അവിടെ ആരൊക്കെയോ കല്യാണം ഉണ്ട് ഇവിടെ ആ ഓട്ടോ പോകുന്നില്ല ആരെയോ കല്യാണം ഉണ്ട് നല്ല കോസ്റ്റ്യൂമിലാണ് അവർ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതെന്താ എപ്പോഴാ കല്യാണം ഉണ്ടാവുക അതൊരു കല്യാണം കഴിഞ്ഞുണ്ടാവും ആ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇവിടെയൊക്കെ എന്താ ക്രയോൺ എന്നാ പറയുന്നത് വാക്സ് നോക്ക് വണ്ടി അല്ല ഇയാളെന്താ കുത്താൻ വരിക അടിപൊളി ഇവിടേക്ക് എൻട്രി ഇല്ല പറ്റൂല ഇത് ചർച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റും അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ടേ ഞങ്ങൾ ഈ പള്ളിക്ക് ഒന്ന് കയറി വെക്കുകയാണ് ഇനി ഒച്ചയൊന്നും ഉണ്ടാക്കരുത് ഒച്ചയൊന്നും ഉണ്ടാക്കരുത് ഞാൻ മിണ്ടൂല നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് എടാ പോ ാണ് ഷാറുഖ് ഖാന്റെ വീട്ടിന്റെ മുന്നിലെ തിരക്ക് എന്ത് തിരക്കായി ഈ ഗേറ്റ് കാണാൻ വേണ്ടി എവിടുന്നൊക്കെയോ വന്ന ആൾക്കാരാണ് ഇവിടെ ഷാറുഖ് ഖാൻ ഉണ്ട് അവിടെ ആ ഒരു മന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങള് എന്തിനാണെന്ന് എനിക്ക് അറിയുന്നില്ല ഞാനും എടുക്കാൻ ആ വീട് കാണാനും കൂടെ ഇല്ല കമ്പി തിരക്ക് ഇന്റെ അമ്മേ ആൾക്കാരാണ് ഇത് കാണാൻ വന്നിരിക്കുന്നത് അതാരാ ഷാറുഖ് ഖാന്റെ ഭാര്യ അല്ലട്ടോ ഗൈസ് അത് വേറെ എല്ലാരും ഷാറുഖ് ഖാനെ കാണാൻ വന്നതാ ഷാറുഖ് ഖാൻ ഒന്ന് വന്നൂടെ മന്നത്ത് അതല്ലേ വീട് അതാട്ടോ ഗൈസ് വീട് ഷാറുഖ് ഖാന്റെ വീട്ടിന്റെ മുന്നിലില്ലേ ബീച്ച് ഷാറുഖ് ഖാൻ എന്നും ബീച്ച് വന്ന് കാണാം എന്ത് സുഖാലേ ഷാറുഖ് ഖാൻ എന്ന് രാവിലെ അങ്ങനെ ബീച്ച് നോക്കിക്കാം തേങ്ങ നല്ല തിരക്കുണ്ട് കേട്ടോ ജൂഹു ബീച്ചിലെ പോലെ തന്നെ നല്ല വ്യൂ ഉണ്ട് പക്ഷെ വൃത്തിയില്ല തോന്നുന്നു ഈ ബീച്ച് എവിടെ എൻ്റെ കൂടെ ഉള്ളവരൊന്നും കാണാനില്ലല്ലോ ആ ഓരവിടെ ഉണ്ട് നല്ല രസം നല്ല കാറ്റുണ്ട് അയ്യോ നമുക്ക് കൂടെ പാറി പോകുന്നുണ്ട് നമ്മ അതിന് കാറ്റാണ് ഇവിടെ ഈശ്വരാ നല്ല ടേസ്റ്റ് ഉണ്ട്. വൗ
മൊത്തം പോയി. അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഗൈസ്. അത് പോണതാ പിടിച്ചേക്ക്. ഫെമീന്റെ വായൻ പോയ സാധനമാണ് അയാൾ ആ പെട്ടി മേടിക്കണത്. ഞാൻ വായിലിട്ട് കൊടുത്തതാണ്. ആ റോസ് സാധനം കണ്ടോ? ഫെമീന്റെ വായ നടക്കാം, അത് പാറിപ്പോയി. കേരളത്തിന്റെ തനിമ നിലനിർത്താൻ വേണ്ടി ഇവിടെ ഷാനും ഫെമിയും അവതരിപ്പിക്കുന്ന കോൽക്കളി തുടങ്ങിക്കോളൂ. കൊട്ടിക്കോട് മക്കളെ, അരിമന്തിരിപ്പോ എന്റെ ഷാറുഖ് ഖാൻ, എന്റെ ഷാറുഖ് ഖാൻ. അയ്യോ അമ്മ ഇത് ശരിക്കും കാണാം.